ഹലോ മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സാറ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ICT പാഠപുസ്തകത്തിലെ മാപ്പ് റീഡിംഗ്, ഭൂപട വായന എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സൺക്ലോക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിലെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? യെസ്, റെഡി അല്ലേ? എല്ലാം റെഡി ആണല്ലോ? യെസ്, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, ലിസൺ. ഫസ്റ്റ് ചോദ്യം നോക്ക്. 2022 ജൂൺ 21 സൂര്യന്റെ സ്ഥാനം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നിരീക്ഷിക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. ഓക്കെ അല്ലേ? അതിന്റെ സൂചന ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്ക്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക. അതായത് ടൈം സോൺ മാപ്പ് ഉണ്ടല്ലോ, ടൈം സോൺ മാപ്പ്, ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കണേ. ടൈം സോൺ മാപ്പ് എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കാനാണ്. പിന്നെ പ്രോഗ്രസ് വാല്യൂ അനുയോജ്യമായ രീതിയിൽ മാറ്റി തീയതി, അതുപോലെ അതായത് ഡേറ്റ് ആൻഡ് ടൈം എന്നിവ ക്രമീകരിക്കുക. അല്ലെ, തീയതി സമയം എന്നിവ ക്രമീകരിക്കുക. അതായത് ഏതൊക്കെയാണ് നമ്മളെ തീയതി അല്ലെ, സമയം 2022 ജൂൺ 21 നമ്മൾ മാറ്റണം. ഓക്കെ. പിന്നെ ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കുക, സണ്ണിന് എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച് സൺക്ലോക്ക് ജാലകത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് അക്ഷാംശ രേഖ എന്ന് പറഞ്ഞാൽ ഏതാ? ലാറ്റിറ്റ്യൂഡൽ ലൈറ്റ്സ് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ പ്രദർശിപ്പിക്കണം. ഓക്കെ. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ കീ ഉപയോഗിക്കാം. കീബോർഡിൽ ഒരു പ്രിന്റ് സ്ക്രീൻ അല്ലേ, അതായത് PRT സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നിങ്ങൾക്ക് കണ്ടു പരിചയമുണ്ടോ? അത് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കാം. സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. നിർദ്ദേശിച്ചിരിക്കുന്ന വിധം ഫയൽ റീനെയിം ചെയ്യുക. ഓക്കെ അല്ലേ? റീനെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ എന്ന രീതിയിൽ എന്ത് ചെയ്യാം? റീനെയിം ചെയ്യാം. അപ്പൊ റെഡി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യത്തിലേക്ക് പോവാം. യെസ്, ചോദ്യം ഇവിടെ കിടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സൺക്ലോക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സൺക്ലോക്ക് ഞാൻ എന്ത് ചെയ്തു? അവിടെ ഓപ്പൺ ചെയ്തു. നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോയിട്ടാണ് സൺക്ലോക്ക് എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാനിവിടെ സൺക്ലോക്ക് ഓപ്പൺ ചെയ്തു. സൺക്ലോക്ക് ഓപ്പൺ ചെയ്താൽ ഇതുപോലൊരു വിൻഡോ ആണ് വരിക ഫസ്റ്റ് അല്ലേ. എന്നിട്ടോ നമ്മളോട് ആദ്യം നമുക്കറിയില്ല ഇവിടെ സൺക്ലോക്കിന്റെ ടൂൾ ബോക്സ് വരുന്നല്ലേ, അതിനെന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? മൗസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ സൺക്ലോക്ക് മെനു ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വരും. പിന്നെ നമ്മളോട് ആദ്യം തന്നെ ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ചോദ്യത്തിൽ ഫസ്റ്റ് തന്നെ സൺക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ടൈം സോൺ മാപ്പ് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെ ഈ മെനുവിലുള്ള ബട്ടണാണ് ഈ എക്സ്ക്ലമേറ്ററി മാർക്ക്. കണ്ടങ്ങൾ ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഒരു കുത്ത് അല്ലെ. യെസ്, ആ എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പൊ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യോ? മൗസിന്റെ കേസരത്തിന്റെ സെന്ററിലേക്ക് കൊടുത്താൽ എന്ത് ചെയ്യും? ജസ്റ്റ് എന്ത് ചെയ്യും? ഫുള്ളായിട്ട് നമ്മുടെ ടൈം സോൺ മാപ്പ് ഇവിടെ റെഡി ആയി വന്നു. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ എക്സ്ക്ലമേറ്ററി മാർക്കിൽ പോയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങോട്ട് വരും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? പ്രോഗ്രസ് വാല്യൂ അനുയോജ്യമായ രീതിയിൽ മാറ്റി തീയതി സമയം എന്നിവ ക്രമീകരിക്കുക. അതായത് നമ്മളോട് പറഞ്ഞുള്ള തീയതി ശ്രദ്ധിക്കാം, 2022 ജൂൺ 21 എന്ന് പറയുന്ന സമയമാക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സമയം, ഇതിൽ ഓൾറെഡി ഉള്ള സമയം ഏതാണെന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറിയോ? ഇവിടെ കൊടുത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ 29 ജനുവരി 2024. ഇന്നത്തെ ഡേറ്റ് ആണ് 29 ജനുവരി 2024 എന്ന് കൊടുത്തിട്ടുള്ളത്. അത് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. നമ്മൾ കാണുന്നുണ്ട്, ഞാനിങ്ങനെ മൗസ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക? അങ്ങനെ റൗണ്ട് ആക്കുന്നുണ്ട്. കാണുന്നുണ്ടോ? അവിടെ എന്താ? മൺഡേ 29 ജനുവരി 2024 എന്നാണ്. ഓക്കെ. നമ്മളോട് പറഞ്ഞ എന്താ? യെസ്, എന്താ? 2022 ജൂൺ 21 എന്നാക്കണം അല്ലേ. അപ്പൊ നമ്മൾ പിന്നോട്ട് പോകണം അല്ലേ, അതായത് 2024 പിന്നോട്ട് പോകണം. അപ്പൊ ആദ്യം നമ്മൾ പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ പ്രോഗ്രസ് വാല്യൂ ചെയ്യണം. പ്രോഗ്രസ് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ G എന്ന് പറഞ്ഞ ടൂൾ ഉണ്ടല്ലോ, G. അതിൽ കണ്ടങ്ങൾ പ്രോഗ്രസ് വാല്യൂ 1. അപ്പൊ Gയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ പ്രോഗ്രസ് വാല്യൂ Gയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രോഗ്രസ് വാല്യൂ എത്ര കാണിക്കുക? 1 മിനിറ്റ് എന്നാണ് കാണിക്കുക. എന്താണ്? 1 മിനിറ്റ്. കണ്ടങ്ങൾ അതിൻ്റെ താഴത്തായിട്ട് 1 മിനിറ്റ് എന്ന് കാണുന്നുണ്ടോ? യെസ്, പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ്. ഓക്കെ. ജസ്റ്റ് ഒന്നും കൂടി ക്ലിക്ക്. നമ്മൾ 1 മിനിറ്റ് വെച്ചിട്ട് ഇങ്ങനെ പോക്കൽ നടക്കൂല. കാരണം എന്താ? നമുക്ക് വർഷങ്ങളിലേക്ക് മുന്നോട്ട് പോകണം. അതായത് 2024 ഇപ്പോൾ ഉള്ളത്, അത് 2022 എത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മാസം വെച്ച് പോകും. അപ്പോൾ 1 ഹവർ വെച്ച് പോയാലും നമുക്ക് ടാസ്ക് ആണ് അല്ലെ. 1 ഡേ വെച്ച് പോയാലും ടാസ്ക് ആണ്. അപ്പൊ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം. 7 ഡേയ്സ് വെച്ച് പോകണം ടാസ്ക് ആണ്. പിന്നെ മാക്സിമം ഉള്ളത്
30 ഡേയ്സ് അത് വെച്ച് 30 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് 30 ഡേയ്സ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി മുന്നോട്ടോ പിന്നോട്ടോ പോകേണ്ടത് പിന്നോട്ടല്ലേ, സമയം പിന്നോട്ടല്ലേ. ഇപ്പൊ 2024 പിന്നോട്ട് പോകണം. അപ്പൊ പിന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ പ്രോഗ്രസ് വാല്യൂ എത്ര ആക്കി, എന്താക്കി 30 ഡേയ്സ് ആക്കിയ 30 ഡേയ്സ് ആക്കി സെറ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഈ ബി എ കണ്ടോ, എ എന്ന് പറഞ്ഞാല് അല്ലെ മുന്നോട്ട് പോകാൻ ഫോർവേഡ് ടൈം ഫോർവേഡിലേക്ക് പോകാനും അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആണ്. നമുക്ക് ബാക്ക്വേർഡ് അല്ലേ പോകേണ്ടത്, അപ്പൊ നമ്മൾ ബാക്ക്വേർഡിലേക്ക് നോക്കാം. അപ്പൊ നിങ്ങള് തൊട്ട് താഴത്തുള്ള ഈ സമയം ഒന്ന് നോക്കണേ, ഇവിടെ ഇങ്ങനെ മാറണം നോക്കിട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ബാക്ക്വേർഡ് അടിക്കുകയാണ്. യെസ്, അപ്പൊ അതാ ഡിസംബറിലേക്ക് പോയി അല്ല, നവംബർ ഇങ്ങനെ പോയി 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 നമ്മളെ സമയം എത്രയാണ് ഒന്നുകൂടി നോക്കാം. ഓക്കെ, ജൂൺ 21 കേട്ടോ, 2022 ജൂൺ 21. യെസ്, അപ്പൊ നമ്മള് ബാക്കോട്ട് പോകുന്നതാണ്. യെസ്, ഇപ്പൊ നമ്മള് ഫെബ്രുവരി 2020 ബാക്കോട്ട് ഇങ്ങനെ പോട്ടെ, 2021 എത്തണം. യെസ് യെസ്, 21 നവംബറിലേക്ക് എത്തി, ഒക്ടോബർ സെപ്റ്റംബർ ഓഗസ്റ്റ് ഒക്ടോബർ, ഓക്കെ ജൂണിലേക്ക് എത്തി അല്ലെ, ജൂണിലേക്ക് എത്തിയേ. യെസ് യെസ്, ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, 13 ജൂൺ, അതായത് 13th ജൂൺ 2021. അപ്പൊ നമ്മളോട് 13th ആണോ, അല്ലല്ലോ, നമ്മളോട് എന്താ 21 അല്ലേ. 21 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പ്രോഗ്രസ് വാല്യൂ ഒന്ന് ചേഞ്ച് എടുത്തി കൊടുക്കണം. എന്താ ഡേ വെച്ച് പോട്ടെ. യെസ്, ഡേ പ്രോഗ്രസ് വാല്യൂ എന്താക്കി ഞാൻ ഇവിടെ ഡേ ഉണ്ടാക്കി. ഇനി എന്ത് ചെയ്യുക, ഇപ്പൊ 13 അല്ലേ, അപ്പൊ മുന്നോട്ട് പോകാൻ നമ്മൾ എന്ത് ചെയ്യുക, എ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, 14 15 16 17 18 19 20 21. ഓക്കെ, ഇപ്പൊ എന്തായി അല്ലെ, ജൂൺ 21, അതായത് 21 ജൂൺ 2021 നമുക്ക് ഇവിടെ കിട്ടി. യെസ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ നമുക്ക് കിട്ടി. കണ്ടാ 2021 ജൂൺ അല്ലെ, കിട്ടി അല്ലെ, 21 ജൂൺ 2000. നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, എന്താ സോറി 2021 അല്ലല്ലേ, 2022 ആണ്. ഓക്കെ, ഒറ്റ മിനിറ്റ്, 2022 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പ്രോഗ്രസ് വാല്യൂ നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റി. പ്രോഗ്രസ് വാല്യൂ എന്ത് ചെയ്യാം, നമുക്ക് 30 കൊടുത്തിട്ട് മുന്നോട്ടല്ലേ പോകേണ്ടത്. യെസ്, ഓക്കെ, അപ്പോ പ്രോഗ്രസ് വാല്യൂ എത്ര, 2022 എത്തി, 2022 ജൂണിലേക്ക് എത്തി. ഇനി എന്ത് ചെയ്യണം, പ്രോഗ്രസ് വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, 1 hour അല്ല 1 day ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, 16 അപ്പം എടുക്കണം. അപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 18 ഏണ് നിൽക്കുന്നത് കിട്ടാം, മുന്നോട്ട് പോകാൻ 19 21. ഓക്കെ, ഇപ്പൊ നോക്ക് സെറ്റായി. അപ്പൊ എന്തായി, 21 ജൂൺ 2022 കിട്ടി അല്ലേ, അതായത് 21 ജൂൺ 2022 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള സമയമാക്കിട്ടോ. അപ്പൊ പ്രോഗ്രസ് വാല്യൂ അനുയോജ്യമായ രീതിയിൽ മാറ്റി തീയതി സമയം എന്നിവ ക്രമീകരിച്ചു. ഇനി ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കാനാ പറഞ്ഞത്. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കാൻ വേണ്ടി നമ്മൾ ടൂൾ ഉപയോഗിക്കണം. എന്താ അറിയോ അല്ലെ, ഏതാ വൈ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുക. ഏതാണ് വൈ. അപ്പൊ നോക്കുക, വൈ ടൂളാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വൈ ക്ലിക്ക് ചെയ്താല്, ഞാൻ ക്ലിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു മാറ്റം വരുന്നുണ്ട് ഭൂപടത്തിൽ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെയാണ് ഈ കാണുന്നതാണ് ആര്, ഈ കാണുന്നതാണ് ആര്, സൂര്യൻ. കണ്ടകള്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ വരുന്നത്, കണ്ടോ ഇവിടെ കണ്ടോ. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫോണും കാണാം നിങ്ങൾക്ക്. കണ്ടു, ഇപ്പൊ പോയി, ഇപ്പൊ അവിടെ ഇല്ല അല്ലേ. ഇനി ജസ്റ്റ് അതേ വൈ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ആ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടുണ്ടാ. ഇവിടെ സൂര്യനെ കണ്ടങ്ങൾ, സണ്ണിനെ സൺ കണ്ടോ. യെസ്, ഇവിടെ അങ്ങനെ വന്നു. ഓക്കെ, അപ്പൊ വൈ ആണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നോക്കാം, നമുക്ക് നെക്സ്റ്റ് എന്താ പറഞ്ഞുള്ളത്, പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച് സൺ ക്ലോക്ക് ജാലകത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അക്ഷാംശ രേഖ അറിയല്ലോ, അക്ഷാംശ രേഖ പറഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ലെൻസ്, ഇതാ ഇങ്ങനെ പോണ ലൈന് അല്ലെ, ഇങ്ങനെ പോണ ലൈൻ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാതെ ഒന്ന് പ്രദർശിപ്പിച്ച് നോക്കാം. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് സോറി ഓക്കെ, ഇതാണ് ഈ ടി ക്ലിക്ക് ചെയ്യുക. ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷാംശ രേഖ കാണാം. അപ്പൊ ഇവിടെ ഓൾറെഡി ഇല്ല, ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ അക്ഷാംശ രേഖ വന്നു കേട്ടോ, ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് വന്നു കേട്ടോ. 1 2 അങ്ങനെ വന്നിട്ട് കണ്ടോള് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ പ്രധാനപ്പെട്ട എന്താണ് ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ ഷോ ചെയ്തു. ഏത് അക്ഷര ക്ലിക്ക് ചെയ്തത്, ടി ആണ് കേട്ടോ, ടി അല്ലേ. ഓക്കെ, അപ്പൊ അതും മനസ്സിലാക്കി. യെസ്, ഇനി വേണമെങ്കിൽ പി നെക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി കിട്ടും. അതിൻ്റെ ഇടയിൽ വരുന്ന അക്ഷാംശരേഖകൾ പി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതും കിട്ടും കേട്ടോ. ഓക്കെ, ഒരുപാട് അതിൻ്റെ ഇടയിൽ വരുന്ന ഇൻ ബിറ്റ്വീൻ വരുന്ന ലൈൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ അല്ലേ. യെസ്, റെഡിയാണോ? അപ്പൊ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാനായിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടി, പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ചു സൺ ക്ലോക്ക് ജാലകത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞത്. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ മക്കളെ, ഇപ്പൊ നമ്മൾ എന്തൊക്കെ വരുത്തിച്ചു, എന്താ
ഫസ്റ്റ് ടൈം സോൺ മാപ്പ് കൊണ്ടുവന്നു, എക്സ്ക്ലമേറ്ററി മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ പ്രോഗ്രസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതായത് ജി നക്കി കഴിഞ്ഞാൽ പ്രോഗ്രസ് വാല്യൂ സെറ്റ് ആവും. എന്നിട്ട് അതിൽ ഏതാണോ 30 days വെച്ചിട്ടാണോ 1 hour വെച്ചിട്ടാണോ 1 days വെച്ചിട്ടാണോ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തതിന് ശേഷം എ അടിച്ചാൽ മുന്നോട്ട് പോകും, ബി അടിച്ചാൽ പിന്നോട്ടും പോകും. പിന്നെ നമ്മൾ വൈ നക്കി കഴിഞ്ഞിട്ട് വൈ നക്കിയിട്ട് എന്ത് ചെയ്തു, സൂര്യനെ പ്രദർശിപ്പിച്ചു, ഡിസ്പ്ലേ ചെയ്തു. പിന്നെ നമ്മുടെ പി അതേപോലെ ടി ഇത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഓക്കെ. ഇനി ബാക്കി നമുക്ക് ഫർദർ എന്താ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്, പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച്, അതായത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് പ്രദർശിപ്പിച്ച് ഡിസ്പ്ലേ ചെയ്തിട്ട് സൺക്ലോക്ക് ജാലകത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കണേ. സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കീബോർഡിൽ ഏറ്റവും മുകളിലായിട്ട് പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ടായി. സ്ക്രീൻഷോട്ട് ചെയ്ത സാധനം എവിടെ ഉണ്ടാവും എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താ, ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഹോമിലെ പിക്ചേഴ്സിലൊന്ന് പോവാം. സ്ക്രീൻഷോട്ട് എടുത്ത സാധനം അവിടെ ഉണ്ടാവും. അപ്പോൾ പിക്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ സാധനം. ഓക്കെ, അപ്പോൾ ഈ സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് കോപ്പി ചെയ്യണം. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടാ നമ്മുടെ മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കോപ്പി എന്ന് കിട്ടും. എന്നിട്ട് ഇത് എവിടെ കൊണ്ടുപോയി സേവ് ചെയ്യേണ്ടത്, നമ്മുടെ ഹോമിലെ എക്സാം 10 കൊണ്ടുപോയിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്തു. എന്നിട്ട് ഇതിന്റെ റീനെയിം ചെയ്യാൻ, റീനെയിം എങ്ങനെ ചെയ്യുക, നമ്മുടെ ആദ്യം രജിസ്റ്റർ നമ്പർ അടിക്കുക, 1 2 3 4 5 നമ്മുടെ രജിസ്റ്റർ നമ്പർ അതാണ് കേട്ടോ. പിന്നെ ഷിഫ്റ്റ് മൈനസ് ക്ലിക്ക് കഴിഞ്ഞാൽ അണ്ടർസ്കോർ വരും. ചോദ്യം നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, റീനെയിമും ചെയ്തു. ഇപ്പൊ എന്തായി, ഇവിടെ എത്തി. എക്സാം 10 നമ്മുടെ ഉത്തരം അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ അല്ലേ, സംശയമില്ലല്ലോ. യെസ്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇങ്ങനെയാണ് സൺക്ലോക്ക്. വളരെ സിമ്പിൾ ആണ്, എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ടൂള് എന്തൊക്കെ ഫംഗ്ഷനാണ് ചെയ്യുന്നുള്ളത് ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മതി. ഓക്കെ അല്ലേ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, യെസ്. അപ്പൊ മക്കളെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഒന്ന് കാണാം, ശ്രദ്ധിച്ചോ, ലിസൺ. യെസ്, നോക്കാം. 2023 ഏപ്രിൽ 1 മുംബൈയിലെ സൂര്യാസ്തമയ സമയം സൺക്ലോക്ക് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ കണ്ടെത്തുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യം നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. ഇത് ചെയ്യാൻ ഇൻഡിക്കേറ്റേഴ്സ് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ എന്ത് ചെയ്യണം, സൺക്ലോക്ക് സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് സ്ഥലം ബോംബെ സെലക്ട് ചെയ്യുക. അതായത് ടൈം സോൺ മാപ്പ് പ്രദർശിപ്പിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് അവിടെ ബോംബെ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഫസ്റ്റ് വൺ. സെക്കൻഡ്, പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി സമയം എന്നിവ ക്രമീകരിക്കുക. അതായത് ഡേറ്റ് ആൻഡ് ടൈം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുക. ഏത് ടൂൾ ഉപയോഗിച്ചിട്ട്, യെസ്, പ്രോഗ്രസ് വാല്യൂ എന്ന് പറയുന്ന മെനുവിലെ ടൂൾ ഉപയോഗിച്ചിട്ട്. ഓക്കെ. പിന്നെ പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബെക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. അതായത് നമ്മൾ ഇതിൽ ആനിമേഷൻ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. ആനിമേഷൻ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ബോംബെക്ക് മുകളിൽ പകൽ മാറി ഇരുട്ടങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആനിമേഷൻ സ്റ്റോപ്പ് ആക്കിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സാം 10 കൊണ്ട് സേവ് ചെയ്യണം. ഇതാണ് നമ്മളെ പ്രോപ്പർ പരിപാടി അല്ലേ? ഓക്കെ. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കാം. അത് നമുക്ക് ഓൾറെഡി പറഞ്ഞു. സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുക. നിർദ്ദേശിക്കുന്ന വിധം ഫയൽ റീനെയിം ചെയ്യുക. ഓക്കെ അല്ലേ? റെഡി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറക്കണം. നിങ്ങൾ ആപ്ലിക്കേഷനിൽ പോയിട്ടാണ് എടുക്കുക, ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ നമ്മൾ തുറന്നു. ചെറിയൊരു വിൻഡോ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്തിട്ട് മാക്സിമൈസ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഫസ്റ്റ് തന്നെ നമ്മളോട് എന്താ പറഞ്ഞത്, സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞത്. സമയമേഖലാ ഭൂപടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, എന്താ, ടൈം സോൺ മാപ്പ് ആണെന്ന് ഇംഗ്ലീഷ് മീഡിയം. പിന്നെ സ്ഥലം ബോംബെ സെലക്ട് ചെയ്യുക എന്നും പറഞ്ഞിട്ടുണ്ട്. സ്ഥലം എന്ത് ചെയ്യണം, ബോംബെ സെലക്ട് ചെയ്യണം. ദാറ്റ്സ് റെഡി. ഓക്കെ, നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൺക്ലോക്ക് മെനു ബാർ വരും. അതിലെന്ത് ചെയ്യുക, ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം സോൺ മാപ്പ് എന്ത് ചെയ്യും, കിട്ടും. അതായത് സമയ മേഖല ഭൂപടം നമുക്ക് എന്ത് ചെയ്തു, വന്നു. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യണം, ബോംബെ സെലക്ട് ചെയ്യണം. എടാ, ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ബോംബെ എവിടെയാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് അല്ലേ, അതിനൊരു മാർഗമുണ്ട്. ഇവിടെ കണ്ട നമ്മള് യു എന്ന് പറഞ്ഞൊരു അറബൻ കമാൻഡ് വിൻഡോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സിറ്റി നെയിം, ടൈം സോൺ, ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു യു കൂടി ഉണ്ടാവും ഇതിന്റെ അടിയിൽ. ഇതൊന്നും കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പൊ നോക്കടാ, ഈ ഭൂപടത്തിൽ ഒരുപാട് സ്ഥലത്ത് പേരുകൾ സഹിതം വന്നു. കണ്ട, സ്ഥലത്തിന്റെ പേരുകൾ സഹിതം ബോംബെ കണ്ടകള്, ബോംബെ. പിന്നെ ഇവിടെ ഇന്ത്യയിൽ ന്യൂഡൽഹി,
പിന്നെ കാഠ്മണ്ഡു, കൽക്കട്ട എന്നൊക്കെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബോംബെയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യാം. യെസ്, സെലക്ട് ചെയ്തു. അവിടെ ബോംബെ വന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വിചാരിച്ച സ്ഥലം സെലക്ട് ആയേ ബോംബെ. അപ്പൊ ബോംബെ എന്ന് അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, ജസ്റ്റ് എന്താ ചെയ്തത്, ഞാൻ യു ക്ലിക്ക് ചെയ്യുക, പിന്നെ അഗെയിൻ യു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയം കിട്ടും അല്ലേ? ഓക്കെ, ഒന്നുകൂടി കാണിച്ചുതരാം. ഇവിടെ നമ്മുടെ ഓക്കെ, ഈ യു ക്ലിക്ക് ചെയ്യുക, അറബൻ കമാൻഡ് പിന്നെ ക്ലിക്ക് ചെയ്യുക, അതിൽ യു ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ബോംബെ എന്ന് വന്നു. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, അവിടെ സെലക്ട് ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ബോംബെ. ഓക്കെ അല്ലേ? യെസ്, ഇപ്പൊ അതും റെഡി ആയേ, ബോംബെ നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞത്, പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി ഡേറ്റ് ആൻഡ് ടൈം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം എത്രയാ, 2023 ഏപ്രിൽ 1 നമ്മളോട് ആക്കാൻ പറഞ്ഞത്. ഇവിടെ എത്രയാണ്, 2024 അല്ലേ? അപ്പൊ നമ്മൾ പിന്നോട്ട് പോകണം, ഏപ്രിൽ 1 മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടൂൾ എടുക്കണം. ടൂളിൽ പ്രോഗ്രസ് വാല്യൂ G എന്ന് പറയുന്ന ടൂൾ എടുക്കുക. എന്നിട്ട് ഇവിടെ പ്രോഗ്രസ് വാല്യൂ 1 hour ഉള്ളത്, 1 day ഉള്ളത് ഒക്കെ മാറ്റിയിട്ട് 7 days ഉള്ളത് മാറ്റി 30 days ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കോട്ട് പോവുക. ബാക്കോട്ടാണല്ലോ പോകേണ്ടത്, 2024 എപ്പോൾ കിടക്കുന്നത്. ബാക്കോട്ട് പോകാൻ ബി ക്ലിക്ക് ചെയ്താൽ ബാക്ക്വേർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ എത്ര, ഡിസംബർ 30, നവംബർ 2023 കടന്നേ, അടിയിൽ കാണാം നിങ്ങൾക്ക് അല്ലേ? നമ്മൾ ബാക്കോട്ട് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച്. ഓക്കെ, ഏപ്രിലേക്ക് എത്തണം നമ്മൾ. ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, മെയ്, ഏപ്രിൽ. ഓക്കെ, ഇപ്പൊ നമ്മള് 4th April 2023 ആണ്. നമുക്ക് ഏപ്രിൽ 1 ആണ് ആക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, പിന്നോട്ടൊന്നും കൂടി പോകണം. പക്ഷെ മന്ത് വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല, പ്രോഗ്രസ് വാല്യൂ നമ്മൾ ഡേ ആക്കിയിടണം അല്ലെ? ഡേ 1 minute 1 hour 1 day ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബാക്കോട്ട് പോവാണ്. യെസ്, 1 2 അല്ലേ, സോറി 3 2 1 ഇപ്പൊ. ഓക്കെ, ശരി. അപ്പൊ നോക്കടാ, ഇപ്പൊ നോക്ക്, 1st April 2023 നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്, 1st April 2023. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്തു, ടൈമും അതുപോലെ തന്നെ ഡേറ്റും എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു ട്ടാ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോ. അടുത്തെന്താ, പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബെക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പൊ പകൽ മാറി ഇരുട്ട് വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ആദ്യം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആനിമേഷൻ പ്രവർത്തിക്കണം. ആനിമേഷൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, ഈ പ്രോഗ്രസ് വാല്യൂ അത് 7 days ഒന്നും വെക്കാൻ പാടില്ല. അതെന്ത് ചെയ്യുക, 1 minute വെക്കുക. 1 minute വെക്കാനേ പാടുള്ളൂ. അത് ആദ്യം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്തറിയോ, നമ്മുടെ കീബോർഡിൽ നമ്മുടെ എന്ററിന്റെ അപ്പുറത്ത് ഡബിൾ ഇൻവെർട്ടഡ് കോമ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഡബിൾ ഇൻവെർട്ടഡ് കോമ വരുന്ന ഒരു ബട്ടൺ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. യെസ്. അപ്പൊ ഇപ്പൊ ഇവിടെ പകലല്ലേ, മുംബൈയിൽ എന്ത് ചെയ്യണം, പകൽ മാറിയിട്ട് എന്ത് വരണം, ഇരുട്ട് വരണം. ഈ ഇരുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മുംബൈ ഇവിടെയാണേ, ശ്രദ്ധിച്ചോ. അപ്പൊ മുംബൈയിലേക്ക് എന്ത് ചെയ്യണം, പകൽ മാറി ഇരുട്ട് വരുന്ന സമയത്ത്, അതല്ല ചോദ്യത്തിൽ വരുന്നത്, പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ബോംബെക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഡബിൾ ഇൻവെർട്ടഡ് കോമ ബട്ടൺ എന്ത് ചെയ്യാം, കീബോർഡിൽ ക്ലിക്ക് ചെയ്യാണ്. ഞാൻ സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണ് മൂവ് ചെയ്യാൻ തുടങ്ങി. പകൽ മാറാൻ പോവാണേ, ബോംബെക്ക് മുകളിൽ പകൽ മാറാൻ പോവാണ്. യെസ്. അപ്പൊ പകൽ മാറി ഇരുട്ടാണ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ആക്കി. അതൊന്നുകൂടി ക്ലിക്ക് ചെയ്താലും ഏത് ബട്ടണാണോ നിങ്ങൾ ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്തത്, അതായത് ഡബിൾ ഇൻവെർട്ടഡ് കോമന്റെ ബട്ടൺ, അതന്നെ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, അത് സ്റ്റോപ്പ് ആവും ചെയ്യും. ഓക്കെ, ഇപ്പൊ ആനിമേഷൻ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ആയി. ഇപ്പൊ കറക്റ്റ് എന്തായി, പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗത്തെത്തി. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. ഇനി നമ്മളോട് സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്ത് ചെയ്താൽ മതി, കീബോർഡിൽ അതേ ബട്ടൺ തന്നെ ഉണ്ട് അല്ലെ? അതേ ബട്ടണിലെ തൊട്ടപ്പുറത്തുണ്ട് പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന ബട്ടൺ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എവിടെ പോണം, നമ്മുടെ ഹോമില് പിക്ചേഴ്സിൽ പോകണം. പിക്ചേഴ്സിൽ ഇവിടെ വന്നിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. നമ്മളെ കറക്റ്റ് പിക്ചർ കണ്ടോ, ഇതാണ് നമ്മളെ പിക്ചർ കണ്ടോ. മുംബൈക്ക് മുകളിൽ പകൽ മാറി ഇരുട്ട് വരുന്നത്, ഡേ മാറിയിട്ട് നൈറ്റ് വരുന്ന സമയത്തുള്ള സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത് എന്ത് ചെയ്യണം, ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യണം. കോപ്പി അടിച്ചതിന് ശേഷം എവിടെ പോകണം, ഹോമിൽ പോയിട്ട് exam 10 വന്നിട്ട് എന്ത് ചെയ്യണം, Ctrl V അടിച്ചാൽ എന്ത് ചെയ്യും, അത് പേസ്റ്റ് ആവും. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് അടിച്ചാലും മതി. ഓക്കെ, യെസ്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ റീനെയിം ചെയ്യണം. റീനെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം ഉണ്ടാവും. അത് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ നമ്പർ ചെയ്താൽ 1 2 3 4 5 നിങ്ങൾ രജിസ്റ്റർ നമ്പർ അതാണെന്ന് വിചാരിക്കുക. ഷിഫ്റ്റ് നെക്കി പിടിച്ച് മൈനസ് ക്ലിക്ക് ചെയ്താൽ അണ്ടർസ്കോർ വരും. രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞു, റീനെയിം. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ചോദ്യം ചെയ്തു അല്ലേ? നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ചോദ്യവും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ് ഈ ചോദ്യവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ഉപയോഗിക്കുക. അതൊക്കെ ഉപയോഗിച്ചു. സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും കോപ്പി ചെയ്തതിന് ശേഷം ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ പേസ്റ്റ് ചെയ്തു. നിർദ്ദേശിച്ചിരിക്കുന്ന ഫയൽ വിധം
വിധത്തിന്റെ റീനെയിം ചെയ്തു അല്ലെ, അതായത് നിർദ്ദേശിച്ചിരിക്കുന്ന വിധം ഫയൽ എന്ത് ചെയ്തു, റീനെയിം ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ചോദ്യം മാത്രമേ കാര്യമായിട്ട് എന്തെന്ന് വരുള്ളൂ, നമ്മുടെ ഇന്ന് വരുള്ളൂ, യെസ്, നമ്മുടെ സൺ ക്ലോക്ക് എന്ന് വരുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് കാണാം. താങ്ക് യു.